my mind. All I hear is music, watching your mouth move. Damn, you look stupid. I feel like One more video and I'm out. Okay. I have a guest coming very soon, so this has to be done before that. We are gonna do the Dileep birthday mashup. Dileep birthday special mashup 2025 by RKR Cuts. His birthday was a couple of weeks back, so I thought we'll just cover that too. The editor has uploaded this 3 weeks back, so it was around then. Happy belated birthday to him. Let's go. തനിക്കറിയാമല്ലോ ആരാ വരാൻ പോകുന്നത്. Gopalakrishnan. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. മോർ ദാൻ ഒരു ആക്ടർ, ഞാൻ പറയുമ്പോൾ ഒരു എന്റർടൈനർ തീർച്ചയായിട്ടും പറയാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ്. Entertainer for sure. ദിലീപ് മതിയെന്ന് എല്ലാവർക്കും. ജനപ്രിയ നായകൻ. ഇനിയാണ് എന്റെ ഷോ. That is old songs. ദിലീപേട്ടൻ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടന്റെ കയ്യിൽ നിന്ന് എന്താണോ വരുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ തന്നെ ഇത്രയും ഹ്യൂമർ ടൈമിലുള്ള നടനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് സംശയമാണ്. So humorous. വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഐ ലവ് യു. സ്നേഹം ഭ്രാന്താണെങ്കിൽ, ഇഷ്ടം വട്ടാണെങ്കിൽ, വഴക്കിട്ട് ചിരിച്ച് കളിച്ച് തന്റെ കൂടെ കുറെ നാൾ നടന്നപ്പോ തന്നോട് അല്പം ഇഷ്ടം തോന്നിപ്പോയി. സ്നേഹം സത്യമാണെങ്കിൽ സ്നേഹിക്കുന്നവരെ ഒരു ശക്തിക്ക് വേർപെടുത്താനാവില്ല. Simple as it is. ആ കുട്ടിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? ജീവിതത്തിന് വലിയൊരു കുഴപ്പമുണ്ടേട്ടാ. തോൽക്കുന്നത് നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും സമ്മതിക്കത്തില്ല. Lot of his good movies. തോറ്റോണ്ടിരിക്കും. മുന്നിലെ ഒരു വെട്ടം കണ്ടിരുന്നു, പക്ഷെ Emotional side now. കടലിൽ പുഞ്ചിരി പൊൻതിരമാല, മണ്ണിൽ പുഞ്ചിരി പൂവ്. കടലിൽ പുഞ്ചിരി പൊൻതിരമാല. ഈ വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വാങ്ങിയ കടം പെരുകി ഒടുവിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോ 12ാമത്തെ വയസ്സില് അതും കള്ളനായിരിക്കും. അദ്ദേഹത്തിന്റെ സൂപ്പർ സിനിമകളെല്ലാം ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ദിലീപേട്ടന്റെ പെർഫോമൻസ്. He's a great actor. Look at that. 50% പോലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആസ് ആൻ ആക്ടർ. It was mostly comedy, but yeah, that's And it's very difficult and hats off to Dilip sir for doing Chance such a to do role. it. And for him to do something like that, hats off. variety of characters. ഭയങ്കര പോലാണ് ആ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നേരെ സ്പോർട്സ്മാൻ ആണ്. ദിലീപ് ഓരോ സിനിമയിലും ഹെയർ സ്റ്റൈൽ മാറ്റും, ഡ്രസ്സിങ് മാറ്റും, ഫേസ് തന്നെ മാറ്റി കളയുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ ബുദ്ധിപൂർവ്വം സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് ദിലീപ്. Versatile actor. He has such a larger than life presence. And to top that, he is a world class actor. Truly. So the action. തപ്പ് സീൻസിന് കടകൾ കൊടുത്തിട്ടും വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. Hey, the dialogues. എത്രേ ഉള്ളൂ നീ. അങ്ങനെ കഥയുടെ അവസാനം ഈ 90s കിഡ്സിന്റെ ചൈൽഡ്ഹുഡ് ഏറ്റവും മനോഹരമാക്കിയത് ദിലീപേട്ടനാണ്. 90s കിഡ്സിന്റെ ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും അവരത് എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും മനോഹരമായിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. Absolutely, yeah. It's all gone now. ഒരു പകർന്നാട്ടുണ്ടല്ലോ, ഒരു റിയൽ മാൻ വേറെ രീതിയിലേക്ക് മാറുന്ന ഒരവസ്ഥ. ചെയ്യാത്ത മനുഷ്യൻ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഇല്ല. ഒരു മാജിക്കാണ്, ദിലീപിന് മാത്രം സാധിക്കുന്ന ഒരു മാജിക്കാണ്. എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും മുൻപന്തി. The people's actor.
ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടറാണ്. Exactly that I said. മലയാളത്തിന്റെ കമലഹാസൻ അത്രയും വെറൈറ്റി റോൾസ് ചെയ്ത Yo, that's a huge compliment. ആർട്ടിസ്റ്റ് മലയാളത്തിലില്ല. മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്ന ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും ഹൈഫൈലുള്ള താരം ദിലീപാണ്. Clap, guys. എന്തുകൊണ്ട് ഇദ്ദേഹം ജനപ്രിയൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ട സിനിമകളിലൊക്കെ നമ്മളെ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. Very relatable characters he used to pick. ആ ഒരു So true. രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു വേറൊരു ആക്ടർക്കും വരാൻ പറ്റില്ല. എന്റെ തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും മനോഹരമാക്കിയ ഒരു നടന്, ഒരു അതുല്യ നടന് Facts. നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിക്കുന്നത് ജനപ്രിയ നായകനാണ്. Happy birthday. A big shout out to Rohit for showing all sides of this wonderful actor that he is, right? He is known as the people's actor, and you know why. Because he does a lot of roles that's relatable. The guy next door, like somebody mentioned in the video, right? And something that a very high grade actor might not pick, like the movie Chandputta and many other roles. So versatile with his acting through his good timing comical movies or evergreen performances. A lot of his films right from childhood I have enjoyed to the core, and I have been a very big fan. So that's the reason, even if none of you mentioned that it was his birthday, when I saw that, his birthday has passed by and we have not done a reaction on it, so I had to bring this. This one is coming right from my heart. Let me just mention that. It feels very nostalgic. The emotional rawness that he brought to the screens, right? The epic dialogue delivery too. Damn, I'm actually reminiscing those good times. Let's read the comments and wind up. Proud to be Dileep's sir lover. It's so cute. Me too. One of the best tribute to Janapriya Nayakan. Oh, he's crying and he's doing climbing the charts one. Absolutely freaking good. Dileep, one among the 3 best actors of Malayalam cinema, and he will always be that actor who has touched many hearts. Dileep Patan's fans are here, there, fire. I don't know what he means, but I think he's saying that we are here and there. Great. Are you here? Don't forget to like the video. Cherupam mudal kandu valarna mugamana heart. Exactly what I was saying. It's a trip down the memory lane, right? Our iconic hero Janapriya Nayakan, 1 lakh Piranal Ashamsagal. He has given a lot of wishes. Like, you should do the same. Go to the comments. Happy birthday, Dileep Eta. Happy birthday, my love Eta. So, a lot of love has been given, and we are gonna do the same. Don't forget to like, share, subscribe, hit on the bell icon if you have enjoyed the video, and I will see you on the next one very soon. Hopefully, something new drops. Otherwise, I'll cook something up for you. Okay?